സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഉത്ഥാനം ചെയ്ത ഈശോയെയും ആത്മാവിൽ തിരിച്ചറിയാനായിട്ട്, കാരണം ഉത്ഥാനം ചെയ്ത യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. മഗ്ദലന മറിയം കണ്ടപ്പോഴും ഒരു തോട്ടക്കാരനാണ് എന്നാണ് അവൾ വിചാരിച്ചത്. യേശുവിൻ്റെ രൂപം മാറിയിരുന്നു. ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ രൂപം, ഞാൻ പറയുന്നത് വിശുദ്ധ കുർബാനയുടെ രൂപമാണ്, തിരുവോസ്തിയുടെ രൂപത്തിലാണ്. കാരണം യേശുവിനെ അവർക്ക് പോലും, അപ്പസ്തോലന്മാർക്ക് പോലും കണ്ടാൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള രൂപമായിരുന്നു. അതുകൊണ്ടാണ് തോമാസ് ലീയ പറയുന്നുണ്ടല്ലോ, ഇവർ പലരും പറഞ്ഞു ഞങ്ങൾ അവനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അടയാളമുള്ള അവൻ്റെ കയ്യിൽ ആണിപ്പഴുതുകൾ കാണുകയും വിലാപ്പുറത്ത് മുറിവ് കാണുകയും ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. അതാണ് അടയാളം, അവൻ ക്രൂശിതനാണ്, അവൻ മരിച്ചുയർത്തുവെന്ന് തോമാസ് ലീയ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഉത്ഥാനത്തിൻ്റെ ഈ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ബുധനാഴ്ച ദിവസം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത് സഭയിൽ ഒന്നാമത്തെ വിശുദ്ധ കുർബാനയുടെ വായനയിലൂടെയാണ് യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത് വിശുദ്ധ കുർബാനയിലൂടെയാണ് യേശു നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ്. അവൻ്റെ രണ്ടാമത്തെ വരവ് വരെയും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് വരെയും അവനെ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയിലൂടെയാണ്. ഇന്നത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ടെന്ന് ഒന്നാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് 3-ാമത്തെ അധ്യായമാണ്. പലപ്പോഴും നമ്മൾ ധ്യാനിച്ചാണ് മുടന്തന് സൗഖ്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, ഈ പത്രോസിന്റെ ജീവിതത്തില് യേശുവിന് സാധിക്കാത്തത് പത്രോസിലൂടെ നടന്നൊക്കെ എന്ന് നമ്മൾ ചിന്തിച്ചു. ഞാനത് പറഞ്ഞു. കാരണം ഹൃദയം കഠിനമാക്കി കഴിഞ്ഞുപോയ തലമുറയിലൂടെ കടന്നു വന്നിരിക്കുന്ന ചില പിതാക്കന്മാരുടെ അകൃത്യങ്ങളാൽ മനസ്സ് മരവിച്ചു പോയ ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനം. എല്ലാവരും, മനുഷ്യവർഗം മുഴുവനും പാപത്തിൻ്റെ, നമ്മളും അങ്ങനെയാണ്. തലമുറകളുടെ പാപഭാരം നമ്മൾ നിൽക്കുമ്പോൾ അനേകർക്ക് വിശ്വാസമില്ല, യേശുക്രിസ്തുവിൽ വിശ്വാസമില്ല, മറ്റനേക കാര്യങ്ങൾ വിശ്വാസമുണ്ട്. അതിന് കാരണം പൗലോസ് പറഞ്ഞിട്ടുണ്ട് 2 കൊരിന്ത്യർ 4:4, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികൾ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞു. ഇന്ന് അങ്ങനെയാണ്. ലോകത്തെ പലർക്കും ദൈവത്തെ കാണാൻ, അല്ലെങ്കിൽ വിശ്വാസ കണ്ണുപോലും മങ്ങിപ്പോയി, കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇന്ന് നമുക്കറിയാം പത്രോസ് ലീയ ഞാൻ ഇന്നലെ ഓർപ്പിച്ചു. അതായത് ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേരോളം, ഇന്നലെ അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നിന്നായിരുന്നു വായന. ആ വചനം ശ്രവിച്ചവർ ആ ദിവസം തന്നെ 3000-ത്തോളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ അത് വിശുദ്ധ കുർബാനയായിരുന്നു. അവരൊരുമിച്ച് കൂടുമ്പോൾ എവിടെ ഒരുമിച്ച് കൂടിയാലും അപ്പം മുറിക്കൽ ശുശ്രൂഷ. കാരണം അവിടെയാണ് യേശു കടന്നു വരുന്നത്. അവർക്ക് ആ ഒരു അനുഭവം. യേശു പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ, എന്നെ നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ എല്ലാം, എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം നിങ്ങൾ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന അർപ്പണം, അവിടെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. യേശു പറഞ്ഞില്ലേ, ഭൂമിയിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഒരു സമൂഹത്തിലാണ്. ഞാൻ പലപ്പോഴും ഓർമ്മിച്ചിട്ടുണ്ട്, എൻ്റെ ആത്മീയത മുഴുവനും അവിടെയാണ്. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചത് അവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടായ്മ എപ്പോഴും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് യേശുവിനെ പ്രഘോഷിക്കുന്നതും യേശുവിനെ അനുഭവിക്കുന്നതും വ്യക്തിപരമായിട്ട് അറിയാൻ നന്നായിട്ട്. അപ്പോൾ ഈ അപ്പം മുറിക്കല്, പ്രാർത്ഥന എന്നിവ സദാ താല്പര്യപൂർവ്വം അവർ പങ്കുചേർന്നിരുന്നു അപ്പസ്തോലന്മാരും. വീണ്ടും പറയുന്നുണ്ട്, ഇന്നലെ വായിച്ചതിന് ബാക്കിയായിട്ട്, അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. കാരണം ഇവര് യേശുവിന്റെ ആത്മാവിനെ പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം യേശുവിന്റെ ആത്മാവ് ഇവരിലൂടെ പ്രവർത്തിക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് യേശുവിന്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന്? ഞാൻ ഓർപ്പിച്ചു, അതാണ് സത്യം. നമുക്ക് ആ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. നമ്മളുടെ പേരോ നമ്മുടെ കഴിവോ ഒന്നുമല്ല.
നമുക്ക് ആർക്കും ഒരു കഴിവില്ല. യേശുക്രിസ്തുവിന്റെ മറ്റു ഒരുവനിലും രക്ഷയില്ല എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4 പത്രോസിലെ വീണ്ടും പിന്നീട് പറയുന്നുണ്ട്. മറ്റു ഒരുവൻ രക്ഷയില്ല ആകാശത്തിന്റെ ഭൂമിയിൽ, ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ. അപ്പോസ്തല 4:12 നമുക്ക് രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, അവന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മ നിങ്ങൾ ഓർക്കുന്നത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ യേശുവിനെ അനുസ്മരിക്കാനായിട്ട് നമുക്ക് ബലി അർപ്പിച്ചേ പറ്റൂ. വിശുദ്ധ കുർബാനയുള്ളിടത്താണ് ഈശോ വരുന്നത്. അവന്റെ ഓർമ്മ അനുസ്മരണം അതാണ്. ഒരു പ്രാർത്ഥനകളൊക്കെ നടത്താം, നല്ല കാര്യം. ഞാൻ പറയും, നമ്മൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു സമയം, വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മളിലൂടെ. അപ്പോൾ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് ഈ വിശുദ്ധ അപ്പം മുറിക്കൽ ശുശ്രൂഷയുമായി അവരൊരുമിച്ച് ചേരുമ്പോൾ അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. വീണ്ടും പറയാണ് 2:46, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും, അന്ന് പള്ളിയൊന്നും ഇല്ലല്ലോ, അതിന്റെ ഭവനം തോറും അപ്പം മുറിക്കുകയും, യേശു പറഞ്ഞ അപ്പം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവദിച്ച്, ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവൻ, പാനപാത്രം എടുത്തോണ്ട് ഇതെന്റെ രക്തമാകുന്നു, വാങ്ങി കുടിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പം മുറിക്കൽ ശുശ്രൂഷ അവർ നടത്തിയിരുന്നു. അതില്ലാതെ ഒരു കൂട്ടായ്മ അവർക്ക് ഇല്ലായിരുന്നു. അവരുടെ കേന്ദ്രം അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. അത് യഥാർത്ഥത്തിൽ ഇന്ന് പലർക്കും അത് അപ്പം മുറിക്കുന്ന പറയുമ്പോൾ ചുമ്മാ അപ്പം എടുത്ത് മുറിക്കുന്നതല്ല. യേശുവിൻ്റെ ഇത് എൻ്റെ ശരീരമാകുന്നു എന്നാണ് അപ്പം മുറിക്കുമ്പോൾ യേശു പറഞ്ഞത്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് അവൻ്റെ സാന്നിധ്യം, അവൻ മരിച്ച് ആത്മാവായി മാറിയവൻ അപ്പം എടുത്തുകൊണ്ട് നമ്മൾ മുറിക്കുമ്പോൾ ഒരുങ്ങിക്കൊണ്ട്, ചുമ്മാതല്ല, ഹൃദയം ഒരുങ്ങിക്കൊണ്ട്. എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു മേഖല ഏതാണ്? അതാ നമ്മുടെ ഇന്ന് കർത്താവിൻ്റെ കരുണയുടെ നൊവേനയുടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ വിശുദ്ധ ഫൗസ്റ്റീനാണ് ഈശോ ആവശ്യപ്പെട്ടത്, സകല നിഷ്കളങ്ക ഹൃദയമുള്ളവരെയും, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ മനസ്സുള്ളവരെയും, പിന്നെ സകല ശിശുക്കളെയും എൻ്റെ കരുണാസമുദ്രത്തിലേക്ക് സമർപ്പിക്കുക എന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലുള്ള മനസ്സ്. ഞാൻ പറയും, വിശുദ്ധ ബലി അർപ്പിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടെ വേണം. അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, നമ്മൾ അനുരഞ്ജിതരായി തീർന്നിടാമെന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം മറ്റുള്ളവരുമായി ക്ഷമിച്ചുകൊണ്ട്, ദൈവവുമായി ക്ഷമിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് ഈ ബലിയർപ്പണം. അല്ലേ, അതെൻ്റെ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്തു എന്ന് ഓരോ കുർബാന നമ്മൾ എടുക്കുന്നു. അതിന് നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് അപ്പോൾ നമ്മൾ പങ്കുചേരുന്ന നമ്മളും നിർമ്മലമായ ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ചാണ്, അവരേക മനസ്സോടെ, അവർ തമ്മിൽ വാശിയില്ല, വൈരാഗ്യമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല ആരും തമ്മിൽ. ഒരു മനസ്സോടെയും താല്പര്യപൂർവ്വം വലിയ പ്രത്യാശയോടെയും അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടെയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. വളരെ നിഷ്കളങ്കമായ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി വാശിയോ വൈരാഗ്യവും ഞാൻ വലിയവനാണ്, അവൻ ചെറിയവനാണ്, ഞാൻ വലിയവനാണെന്നുള്ള ഭാവമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ യേശു കണ്ടതുപോലെ കണ്ടുകൊണ്ട് ഒരുമിച്ച് കൂടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു. അവിടെ അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് തിരുസഭ വളർന്നു വന്നുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആ അവസ്ഥയിൽ ഇന്നും ആയിരിക്കണം. ലോകത്തിൽ ഇനി എത്രയോ പേരാണ് യേശുവിനെ അറിയാനുള്ളത്. നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ. അതെ, പത്രോസ്ലിയ അടുത്ത ഇന്നത്തെ വായന അപ്പോസ്തലൻ 3-ാമത്തെ അധ്യായമാണ്. അവിടെ പറയുകയാണ്, ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി, ഞാൻ വീണ്ടും പറഞ്ഞു 9-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെയാണ് 1-ാം മണിക്കൂർ, രാവിലെ 6 മണിയാണ് 1-ാം മണിക്കൂർ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കൂർ 6-ാം മണിക്കൂർ എന്നുള്ള ചിന്തിച്ചു. അപ്പോൾ വൈകിട്ട് 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണിക്കൂറാണ് 9-ാം മണിക്കൂർ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്കൂർ കർത്താവിൻ്റെ, നമ്മുടെ ഡിവൈൻ മേഴ്സിയുടെ പ്രാർത്ഥനയുടെ സമയം അല്ലേ. അതുപോലെ കർത്താവിൻ്റെ കരുണയുടെ ആ മണിക്കൂറിൽ പ്രാർത്ഥിക്കാനായി പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി
ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിക്കൽ അവനെ കെടുത്തുക പതിവായിരുന്നു. പത്രോസ് യോഹന്നാനും അവർക്ക് പത്രോസിന്റെ യോഹന്നാന്റെ ഉള്ളിൽ ഇപ്പോൾ ഈശോയുടെ ആത്മാവാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഈശോയുടെ ആത്മാവാണ്. മാമോദീസായിലൂടെ നമ്മൾ യേശുവിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. നമുക്ക് ആ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളുടെ പഠിത്തം, നമ്മുടെ ഡിഗ്രിയെ കുറിച്ച് നമുക്കറിയാമല്ലേ. നമ്മളെപ്പോഴും ഓർത്തു വെക്കുന്ന കാര്യമാണ്, നമ്മൾക്ക് ഇന്ന ഡിഗ്രി ഉണ്ടല്ലോ, നമ്മൾ ഇത്രമാത്രം പഠിച്ചതാണ്. നമ്മുടെ ജോലി, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലിയുടെ ടൈറ്റിൽ, നമ്മൾ എവിടെ ജോലി ചെയ്യുന്ന എന്ത് ടൈറ്റിൽ, നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലേ. അതിനേക്കാൾ കൂടുതലായി നമ്മൾ അറിഞ്ഞിരിക്കണം, ഈശോ എൻ്റെ ആത്മാവിൽ വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻ അതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ മറ്റു പലതുമുണ്ട്, നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇതൊക്കെ നല്ല കാര്യം. പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഓർമ്മ, നമ്മുടെ ചിന്ത ഇതായിരിക്കണം, യേശു ക്രിസ്തു എൻ്റെ ആത്മാവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. പൗലോസ് നമ്മളോട് ഗലാത്യർ 2-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചാണ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കും, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ഗലാത്യർ 2:20 ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം, ഈ ലോക ജീവിതം, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അവൻ ആത്മാവായ എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിൽ വസിക്കുന്നു എന്ന് നല്ലൊരു ഉറപ്പ് നമുക്ക് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ വിജയമെല്ലാം അതാണ്. യേശു നമ്മുടെ ക്രിസ്ത്യാനി നിലയിൽ മാമോദീസായിലുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പ്രധാനപ്പെട്ട. അപ്പോൾ ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. പെന്തക്കോസ്ത് കഴിഞ്ഞിട്ടാണ് അവർ പോവുക. തീജ്വാലകളുടെ രൂപത്തിൽ അവരുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നത് അവർ കണ്ടു. സന്തോഷത്തോടെ ധൈര്യപൂർവ്വം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷ, യേശു ചെയ്യുന്ന ശുശ്രൂഷ ഇപ്പോൾ അവർ ചെയ്യുകയാണ്. ഈ 2025 യേശു അന്ന് ചെയ്ത ശുശ്രൂഷ നമ്മൾ ചെയ്യേണ്ടവരാണ്. ആരും ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ടൈറ്റിൽ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ദൈവവിളി, അല്ലെ കുടുംബജീവിതത്തിലെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരും ആയിക്കൊള്ളട്ടെ, അല്ല വിവാഹം കഴിക്കാത്തവരോ അല്ലെ വൈദികനോ കന്യാസ്ത്രീയോ ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഏറ്റവും പ്രായമായ ക്രിസ്തുവിനെ ഉള്ളിൽ ധരിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് കഴുത്തിൽ കൊന്ത ഇട്ടുകൊണ്ട് നടക്കാം, നല്ല കാര്യമാണ്. ക്രൂശിത രൂപം ധരിക്കാം, നല്ല കാര്യമാണ്. ഇതെല്ലാം നല്ല. പക്ഷെ യേശുവിനെ ഹൃദയത്തിൽ ധരിക്കണം നമ്മൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആത്മാവിൽ യേശുവിനെ ധരിക്കുന്നവരായാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമുക്ക്, കാരണം ഇത് നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല. നമ്മൾ അയ്യോ അത് ഞാനോ, എൻ്റെ ഉള്ളിലോ, ഈശോയോ, നമ്മൾ യേശുവിനെ താഴ്ത്തി കെട്ടുകയാണ്. കാരണം എന്താ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചു, പൗലോസ് പറഞ്ഞു 1 കൊരിന്തോസിൽ 6-ാമത്തെ അധ്യായത്തിലൊക്കെ പറയും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നമ്മളുടെ ഡിഗ്രിയും നമ്മുടെ വീട്ടുപേരും നമ്മുടെ കുടുംബ മഹിമയും ഒക്കെ ആയിട്ട് നമ്മൾ എൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ. യേശു അതൊക്കെ പോയി, ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. മാമോദീസായിലൂടെ ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ യേശുവിൻ്റെതാണ്. അവൻ്റെ പേരാണ് നമ്മുടെ നെറ്റിയിൽ, അവൻ്റെ പേരാണ് നമ്മുടെ ആത്മാവില്. അല്ലെ, ഒരു വീട് അല്ലെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ താക്കോലിട്ട് കയറി നമ്മൾ ചെന്ന് എന്തല്ലോ, അമേരിക്കയിൽ ഇങ്ങനെ പറയാണ്, ദർ ഇസ് നോ പ്ലേസ് ലൈക്ക് ഹോം. എവിടെയെല്ലാം പോയാലും വീട്ടിൽ വരുമ്പോൾ നമുക്കൊന്നല്ലേ സ്വസ്ഥമായിട്ട് എത്ര സന്തോഷമാണ്. വീട്ടിൽ വരുമ്പോൾ നമ്മൾ അനുദിനം അല്ലേ നമ്മുടെ കടക്കയിൽ കിടക്കാം, നമ്മുടെ കസേരയിൽ ഇരിക്കാം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ വീട്. അതുപോലെയാണ് ഈശോ നമ്മുടെ കാണുമ്പോൾ പറയും, എൻ്റെ വീടാണ്, നിങ്ങളത് തുറന്ന് എന്താ നിങ്ങൾ എന്നെ കയറ്റാത്തത്? എനിക്ക് നിങ്ങളുടെ ഉള്ളിലായിരിക്കുമ്പോഴാണ് I feel at home when I am in you. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ അതാണ് പറഞ്ഞത്, വാതിൽ തുറന്ന വെളിപാട് 3 കണ്ടാലും ഞാനിതാ വാതിക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ്റെതായ അത് നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്, അവനെ കയറ്റാതെ. കണ്ടാലും ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടി വിളിക്കുന്നതെന്ന് ഈശോ പറഞ്ഞതാണ്. അങ്ങനെയുള്ളവരെ അത് പറയാൻ കാര്യം, ഈ ജന്മനാ മുടന്തനായ മനുഷ്യനെ കണ്ടപ്പോൾ യേശുവിൻ്റെ ആ കരുണ, ഡിവൈൻ മേഴ്സി, കരുണ ഈ പത്രോസിൻ്റെ യോഹന്നാൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് പത്രോസും യോഹന്നാനോട് അവനെ സൂക്ഷിച്ച് നോക്കി കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. എൻ്റെ എന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ, അതാണ് സഭ. ഞങ്ങളുടെ നേരെ ഒരു മനസ്സോടെ, അവർ ഏക മനസ്സോടെ നോക്കിയുണ്ട്.
അപ്പോൾ കളക്റ്റീവായിട്ട് നമ്മൾ അനേകർ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയായിരിക്കാം, നമ്മൾ ഇടവകയായിരിക്കാം. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയ ശക്തിയാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു മനസ്സോടെ എളിമയോടെ നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത് പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ നേരെ നോക്കുക. അവൻ അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. ഇല്ലേ, സാധാരണ ആരും ചോദിക്കാത്ത ചോദ്യമാണല്ലേ. മുടന്തനായ ഒരുവൻ ഭിക്ഷ യാചിക്കാനിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും നന്നായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമുക്കൊന്ന് കൊടുക്കാം അല്ലെ, അനേകർക്ക് നമ്മുടെ തീർച്ചയായിട്ടും കൊടുക്കണം. നമ്മുടെ ദശാംശമൊക്കെ മാറ്റിവെച്ച് അല്ലെ പണമൊക്കെ മാറ്റിവെച്ച് അനേകരെ സഹായിക്കാം, നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, വീണ്ടും വീണ്ടും നമ്മളിലുള്ള ക്രിസ്തുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ ബാക്കിയെല്ലാം കൊടുക്കണം. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പണം കൊടുക്കണം, നമ്മുടെ സമയം കൊടുക്കണം, നമ്മുടെ കരുണ സ്നേഹമൊക്കെ അനേകർക്ക് കൊടുക്കണം. പക്ഷെ നമ്മളിലുള്ള ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അവരിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും എളിമയും വിശ്വസ്തതയും ആത്മസംയമനവും. മറ്റുള്ളവർ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇതല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു സമാധാനം. ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലേ, ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, സ്നേഹവും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം, ഉള്ളിലൊരു ആനന്ദം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. അവർക്ക് ക്ഷമിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ അല്ലെ. എന്നോടൊന്ന് ദയ തോന്നിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ അല്ലെ. അവരെപ്പോഴും നന്മ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലേ. അവരെപ്പോഴും നന്മ ചെയ്തിരുന്നെങ്കിൽ ആനന്ദം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ഗലാത്യർ 5:20 പറയുന്നത്, 9 ഫലങ്ങൾ. ഇതില് ഈശോ പറയുകയാണ്, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസിലും യോഹന്നാനിലും ഇപ്പോൾ ഈ ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ദേവാലയത്തിലേക്ക് പോവുകയാണ്. പണ്ട് ഈശോ ഒരു ഉപമ പറഞ്ഞില്ലേ, ഒരു നല്ല സമരിയാക്കാരന്റെ കഥ. വഴിയരികിൽ കിടക്കുമ്പോൾ ഞാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്, അവൻ മരിച്ചവനാണെങ്കിൽ അവൻ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അശുദ്ധനാണ്, അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒരു പുരോഹിതൻ, യഹൂദ പുരോഹിതൻ ഒരു ശവശരീരത്തെ തൊട്ടാൽ അവൻ അശുദ്ധനായി തീരുമെന്ന് മോശയുടെ നിയമത്തിലുണ്ട്. നിയമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവനോടെ കിടക്കട്ടെ, അവൻ മരിച്ചതായിരിക്കും ചിലപ്പോൾ, കോട്ടെ, ഞാനവരെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അശുദ്ധനാകും, എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവനെ ഇട്ടിട്ട് പോകും. പ്രിയമുള്ളവരെ, അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഈശോ എല്ലാം മാറ്റിമറിച്ചു. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പോയി പഠിക്കൂ എന്നൊക്കെ ഈശോ പറഞ്ഞു. ഈ കുർബാന, ഈശോ പറയുന്ന കുർബാനയുള്ള യേശുവിന്റെ സാന്നിധ്യം അതിനേക്കാളും ഭയങ്കരമാണ്. ഈ കരുണയുടെ ഈ ആഴ്ചയെ നമ്മൾ അറിയേണ്ടതാണ്. കരുണ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവരുടെ കൂടെ എന്തെങ്കിലും അവർക്ക് പ്രശ്നമുള്ളതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് കർത്താവ് നമ്മളോട് ഒരു ബലി, ഞാനത് പറയുന്നത് വേറെ രീതിയല്ല കേട്ടോ, കരുണ കാണിക്കുന്നതാണ് ബലിയൊക്കെ പ്രാധാന്യമെന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ കരുണയുടെ ആഴ്ചയിൽ കടന്നു പോകുമ്പോൾ അപ്പോൾ കരുണ കാണിക്കുകയാണ്. പത്രോസിന്റെ ഉള്ളിൽ, യോഹന്നാന്റെ ഉള്ളിൽ ഇവരുടെ കരുണയാണ് അല്ലേ. അവർ പറഞ്ഞു, എന്താ, നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല. നീ ആഗ്രഹിക്കുന്ന അതാണ്, പക്ഷെ നിനക്ക് തരാൻ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല. എനിക്ക് ഉള്ളത് എന്താ, എനിക്കുള്ളത് എൻ്റെ കയ്യിൽ വെള്ളിയില്ല, സ്വർണമില്ല, പണമില്ല, മറ്റൊന്നുമില്ല. എനിക്കുള്ളത്, ഈ ഒരു ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം. എന്താണ് എനിക്കുള്ളത്? എൻ്റെ ഉള്ളിലുള്ള ഈശോ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിൽ വസിക്കുന്ന ഈശോ. ഈശോയെ ഞാൻ നിനക്ക് തരുന്നു, ഇതാ പിടിച്ചു, എടുത്തു. അവൻ ഇതൊന്നോർത്ത് നോക്കണം. ഈ ഒരു കാഴ്ചപ്പാട്, എനിക്കുള്ളത് എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഞാൻ നിനക്ക് തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്നിട്ട് പറഞ്ഞെന്താ? നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ചവനെ, ആ കൈക്ക് പിടിച്ചപ്പോൾ യേശുവാണ് പിടിച്ചത്. പത്രോസിന്റെ ഉള്ളിലുള്ള യേശുവാണ് ആ മുടന്തനായ മനുഷ്യന്റെ കൈക്ക് പിടിച്ചത്. പത്രോസ് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, ഇവരെ ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്ങാലുകളും ബലം പ്രാപിച്ചു. കാരണം യേശുവിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവരിലൂടെ നടക്കുന്നത്. ഇത് ഓരോ വിശ്വാസിയിലൂടെ, നിങ്ങൾ ഓരോരുത്തരിലൂടെ, നമ്മൾ ഓരോരുത്തരും നടക്കേണ്ട കാര്യമാണ്. പക്ഷെ സാത്താൻ നമ്മളെ ഇടിച്ചു താഴ്ച, അയ്യോ എൻ്റെ ഉള്ള ഈശോ എവിടെ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇല്ല. നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു വിശുദ്ധി ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ,
ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൽ സുന്ദര കവാടത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അത്ഭുത സ്തബ്ധരായി. ഇത് തന്നെ തോമാശ്ലീഹ കേരളത്തിൽ വന്ന് ചെയ്ത ആദ്യം വന്നപ്പം. നമ്മൾ തോമാശ്ലീഹയുടെ ശിഷ്യന്മാരല്ലേ? അവനെ അനുഗമിക്കുന്നവരല്ലേ? യേശുവിനെ അനുഗമിക്കുന്നവരല്ലേ? ഇന്ന് നമുക്ക് ഇതൊക്കെ കൈമോശം വന്നുപോയോ? നമുക്കുള്ളത് വെള്ളിയും സ്വർണവും ഒക്കെയാണോ ഇന്ന്? നമുക്കുള്ളത് നമ്മുടെ പേരാണോ ഇന്ന്? യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറയുന്നത് വരെ നിങ്ങളെന്നെ കാണുകയില്ലെന്നാണ് വചന സങ്കീർത്തനം. പ്രിയമുള്ളവരെ, സുവിശേഷം ഇതുപോലെ തന്നെയാണ്. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ രണ്ടുപേർ ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം. ലൂക്ക 24 ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോ 7 മൈലാണ്. ജെറുസലേമിൽ നിന്ന് 7 മൈൽ ദൂരമുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുക. അവർ ജെറുസലേമിൽ നിന്ന് പോവുകയാണ്. കാരണം യേശുവിനെ അവർ കുരിശിൽ തറച്ച് കൊന്നു, യഹൂദരെ കൊന്നു, അവൻ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെന്നൊക്കെ ആരോഗ്യമൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇനിയും പ്രയോജനമൊന്നുമില്ല, പോയേക്കാം എന്ന് കരുതി ഇവർ പോവുകയാണ്. അവിടെ നിന്നാൽ പീഡനമാണ്. അതുകൊണ്ട് അവിടെ നിൽക്കണ്ട, എമ്മാവൂസിലേക്ക് അവർ ആരും കാണാതെ ഇങ്ങനെ പോവുകയാണ്. യേശുവിൻ്റെ അപ്പസ്തോലന്മാരല്ല, 2 ശിഷ്യന്മാരാണ് കൂടെ നടന്നവർ, യേശുവിനെ കൂടെ നടന്നവരാണ്. എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അല്ലേ, ഇതൊക്കെ എങ്ങനെ? അവനെ വലിയ ഒത്തിരി കാര്യം നമുക്കാണ് പറയാം. യേശു അവനെ ഇത്രയൊക്കെ അത്ഭുതം പറയും. അവനെ മരിക്കും, അവൻ മരിക്കേണ്ടവനല്ലല്ലോ, അവനെ അങ്ങനെയൊക്കെ മരിച്ചു, അവൻ ആയിരുന്നു, ക്രിസ്തു ആയിരുന്നു, ആർക്കറിയാം, ക്രിസ്തു എങ്ങനെ മരിക്കത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം സംസാരിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. അവരെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ തമ്മിലൊരു സംവാദമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചേർച്ചയില്ല, മനസ്സിൽ ചേർച്ചയില്ല. ആദിമ സഭയോട് ചേർന്നിക്കാൻ അവർ യേശുവിന്, അത് പന്തക്കുസ്തായ്ക്ക് മുമ്പുള്ള സംഭവമായി പറഞ്ഞിട്ടുണ്ട്. പന്തക്കുസ്തായ്ക്ക് മുമ്പുള്ള സംഭവമായി പറഞ്ഞത്. കാരണം ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്. ലൂക്ക 24 ഇന്നത്തെ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്ന കാര്യമുണ്ട്. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇത് വലിയൊരു മേഖലയാണ്. അതായത് നഗരത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ ജെറുസലേം, ഈ രണ്ടുപേരെ ഈ ജെറുസലേമിൽ നിന്നാണ് ഓടിപ്പോയത്. നമ്മളുടെ ജീവിതത്തിലെ ഇന്ന് ഞാൻ പറയും, നമ്മുടെ ജെറുസലേം എന്ന് പറയുന്നത് നമ്മളുടെ പീഡകളുടെ മേഖലയാണ്. നമ്മൾ ഓടിപ്പോകാൻ ആഗ്രഹിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞ സഹനത്തിൽ നിന്നും നമ്മൾ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനയും ധ്യാനം കൂടുന്നതൊക്കെ നമ്മുടെ സഹനം മാറാനായിട്ടാണ്. എന്നാൽ പൗലോസിനോട് ഈശോ പറഞ്ഞത്, അവിടെ ഇരിക്കട്ടെ, ആ സഹനം അത് നിനക്ക് എൻ്റെ കൃപയായി മാറാം. ആ സഹനമാണ് കൃപയായി മാറാൻ പോകുന്നത്. ആ സഹനമാണ് കൃപയായി മാറാൻ പോകുന്നത്. നിനക്ക് എന്തുമാത്രം സഹനം നീ സഹിക്കാൻ തയ്യാറാണോ, അത് ഉൾക്കൊള്ളാൻ തയ്യാറാണോ, അതുമായി എൻ്റെ അരികിലേക്ക് വരാൻ തയ്യാറാണോ എങ്കിൽ ആ സഹനത്തെ ഞാൻ കൃപയാക്കി നിനക്ക് തരാം. ഞാൻ യേശു പറഞ്ഞത്, കുരിശെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. യേശുവിന് കൊടുക്കുന്ന സഹനങ്ങളൊക്കെ ഹൃദയപൂർവ്വം യേശു ചെയ്ത് ആരെയും പരാതി പറയാതെ പിതാവിന്റെ മുമ്പിലേക്ക് തന്റെ സഹനങ്ങളെ മുഴുവനും സമർപ്പിച്ചപ്പോൾ, അതാണ് പരിശുദ്ധാത്മാ പന്തക്കുസ്താ നാളിൽ ലോകത്തിലെ കൃപയായി ഇറങ്ങി വന്ന് യേശുവിന്റെ സഹനം മുഴുവൻ ഒരു പരാതിയും കൂടാതെ പിതാവിന്റെ മുമ്പിലേക്ക് ഈശോ സമർപ്പിച്ചപ്പോൾ അത് പന്തക്കുസ്തായായി മാറി, കൃപയായി മാറി. നമ്മുടെ ജീവിതത്തിലും കൃപയുണ്ടാകണമെങ്കിൽ നമ്മുടെ സഹനം വേറൊന്നുമല്ല. പ്രാർത്ഥനകളൊക്കെ നല്ലതാണ്. നമ്മൾ ചെല്ലുന്ന അനേക പ്രാർത്ഥനകളും അനേക പിൽഗ്രിമേജും ഒക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ പിശാചിനെ ജയിക്കാനുള്ള ഒരേ ഒരു ആയുധമാണ് സഹനം. പിശാചിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവൻ സുഖലോലുപനാണ്, അല്ലെ? സുഖലോലുപത എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ലൂക്ക 22:21. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കുക. അതെല്ലാം പിശാചിൻ്റെതാണ്. എന്നാൽ സഹിക്കുന്ന ഒരാളുടെ അടുത്ത് പിശാചിന് നിൽക്കാൻ പേടിയാണ്. സഹനം അത് വലിയ ശക്തിയാണ് പറയുന്നത്. സാത്താൻ പറ്റാത്തതാണ്. ഞാൻ പറഞ്ഞ സഹനവും ക്ഷമയും സ്നേഹവും, ഈ 3 കാര്യങ്ങളാണ് പിശാചിന് ഭയമുള്ള ആയുധങ്ങളും. ഇതാണ് ഈശോ ഉപയോഗിച്ചത് തന്നെ. അപ്പോൾ
ഇവർ ഓടിപ്പോവുകയാണ് എമ്മാവൂസിലേക്ക്. ഈശോ പിന്നീട് പറയുന്നു, പക്ഷെ ഇവരൊന്നും കേട്ടിട്ടില്ലോ. അതുകൊണ്ട് ഇവർ പേടിച്ച് ഓടുകയാണ് എമ്മാവൂസിലേക്ക്, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന്. പക്ഷെ ഈശോ പറഞ്ഞായിരുന്നു, ഈ ജെറുസലേമിലാണ് യേശുവിനെ ക്രൂശിക്കപ്പെട്ട, യേശുവിനെ പീഡയുണ്ടായ ഈ സ്ഥലത്ത് നിൽക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക. അതായത് എൻ്റെ ജീവിതത്തിന്റെ സഹനങ്ങൾ കർത്താവിനോട് ചേർന്ന് ഉറച്ചു നിൽക്കുമ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാ അഭിഷേകം കിട്ടുക. ഞാൻ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് എനിക്ക് അമ്മയെ കിട്ടിയത്. യോഹന്നാന് ഞാൻ എൻ്റെ പ്രതീകം എന്ന് പലപ്പോൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും യോഹന്നാൻ നമ്മുടെ പ്രതീകമാണ്. സഹനത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ്, സഹനത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് പരിശുദ്ധ അമ്മയെ യേശു തൻ്റെ അമ്മയെ അമ്മയായി നൽകുന്നത്. പിശാചിനെ ജയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ശക്തിയും നമുക്ക് വളരെ പ്രധാനപ്പെട്ട, വേറൊന്നിനു വേണ്ടിയല്ല. സാത്താനെ ജയിക്കുവാനുള്ള വലിയ കൃപയാണ്. വചനത്തിന്റെ ദാസിയാണ് അവൾ. വചനം കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ്, വേറെ ഒന്നും വേണ്ട, ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട. ഞങ്ങൾ ഓർപ്പിച്ചു, സ്വന്തം ഭർത്താവ് മരിക്കാനായിട്ട് കിടക്കുമ്പോൾ മകനോട് അവനെ ഒന്ന് ഉയർപ്പിക്കാം, മരിക്കാതെ നോക്കുക പറഞ്ഞില്ല. നമുക്ക് വേണ്ടി ഇന്ന് ഓർക്കുക, നമുക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഞാൻ പറയാം, അതൊക്കെ ചുമ്മാതെ. യേശുവിനെ അനുഭവിക്കുക, അവനെ ഹൃദയത്തിൽ സ്വന്തമാക്കുക എന്നാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമില്ല. ദൈവവചനത്തിന് മാറ്റമില്ലല്ലോ. അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമുക്ക് അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ വീടിന്റെ കാര്യം സാധിക്കുമായിരുന്ന, അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയെങ്കിൽ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞില്ല. കുരിശിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നോട് കൂടെ തന്റെ കുരിശിന്റെ വഴിയാത്ര തന്നോടുകൂടെ അനുഗമിച്ച് തന്റെ ശരീരം കുരിശി തൂങ്ങിക്കട്ട് കിടക്കുമ്പോൾ ആ ശരീരം പിടിച്ചുകൊണ്ട് ഒരു പരാതിയും പറയാതെ ദൈവത്തിന്റെ വചനത്തിന് വിശ്വസിച്ചുകൊണ്ട് തന്റെ അടുത്തു നിന്ന് തന്റെ അമ്മയാണ് നമുക്ക് അമ്മയായി നൽകിയത്. ദൈവവചനം പാലിക്കുന്ന ഒരമ്മയാണ് ഈശോ തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതറിയണം പ്രിയമുള്ളവരെ. അപ്പോൾ ഈ പത്രോസ് യോഹന്നാനും കൂടെ ഇന്ന് ഇതാ എനിക്കുള്ളത് ഞാൻ പറഞ്ഞു, ഈശോ എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഞാൻ നിനക്ക് തരുന്നു. നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകമാനം മാറി. നമുക്ക് പിന്നെ ഭയമില്ല, ഉത്കണ്ഠയില്ല, നിരാശയില്ല, കുറ്റബോധമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ. യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ പത്രോസ് മനുഷ്യൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ ചാടി എഴുന്നേറ്റതുപോലെ, ഞാൻ ഈ പറയുന്നത് നമുക്കിങ്ങനെ സൗഖ്യം, എല്ലാവരെയും കൈക്ക് പിടിച്ച് എഴുന്നേറ്റ് സൗഖ്യം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തിന്മയോട് പോരാടാനായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക്. അതുപോലെ ഇന്ന് എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ ഓടിപ്പോകുമ്പോൾ യേശു 7 മൈലോളം അവരുടെ കൂടെ നടന്നു. ഈ പോകുമ്പോഴെല്ലാം ഇവർ യേശുവാന്ന് അറിഞ്ഞില്ല. പക്ഷേ യേശു അവനെ അവർ കൊന്നു, അവന് മരിച്ചു, സഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം യേശു 7 മൈൽ നടന്നപ്പോൾ ഇവരെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഞാൻ പറയും, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് തിരുവചനം 1, 2, 3 വായനകൾ, ആദ്യത്തെ പഴയ നിയമത്തിലെ വായന, രണ്ടാമത്തെ വായന നമ്മൾ വീണ്ടും പൗലോസിന്റെ ലേഖനം, മൂന്നാമത്തെ സുവിശേഷം, പിന്നെ നമ്മൾ ഹോമിലി, കുർബാനയുടെ വചനം വ്യാഖ്യാനം, ഇതെല്ലാം കഴിയുമ്പോഴാണ് കുർബാന അർപ്പണം യേശു നടത്തിയതാണ്. ഇവരെ ഒരു കുർബാന അർപ്പണത്തിന് ഒരുക്കിയായിരുന്നു യേശു. പഴയ നിയമത്തിലെയും പ്രവാചകന്മാർ വഴി പറഞ്ഞതെല്ലാം ഇതെല്ലാം ക്രിസ്തു സഹിക്കേണ്ടതായിരുന്നില്ലയോ എന്ന് വചനപ്രസംഗത്തിലൂടെ യേശു 7 മൈൽ നടന്നു കഴിഞ്ഞ് അവരെ ഹൃദയത്തെ ഒഴുക്കി. അവിടെ ഹൃദയം ജ്വലിച്ചു വചനം കേട്ടപ്പോൾ എന്നാ പറയുന്നത്. പിന്നീട് അവര് ആ എമ്മാവൂസ് ഗ്രാമത്തോട് അടുത്തപ്പോൾ ഞാൻ വായിക്കുന്നെന്ന് പറയുകയാണ്. നമ്മൾ പിന്നെ ലൂക്ക 24:13 തൊട്ട് 35 വരെയുള്ള വചനങ്ങളാണ്. ആ ഗ്രാമത്തോട് അടുക്കായപ്പോഴത്തേക്ക് ഏതാണ്ട് വചന വ്യാഖ്യാനം 1, 2, 3 വായന കഴിഞ്ഞ് വചന വ്യാഖ്യാനവും കഴിഞ്ഞു. ഇനി അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിക്കേണ്ട സമയമാണ്. യേശു നോക്കണം, ഇവര് ആ ഗ്രാമത്തോട് അടുത്തപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളിവിടെ രാത്രി വിശ്രമിക്കാൻ പോവുകയാണ്. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ള സ്ഥലം. ഇനി ശരിയല്ല, നടക്കണം. 3 പേരുണ്ട്, കാര്യം ശരിയാ. പക്ഷേ ഇത് യേശു സാധാരണ ഒരു മനുഷ്യന്റെ കൂടെ കൂടിയവനാണ്. അപ്പോൾ അവർക്ക് ഇവരോട് ഒരു കരുണ തോന്നി, അനുകമ്പ. നോക്കണം, ഈ മൂന്നാമത്തെ അപരിചിതനാണ്. സാധാരണ നമ്മൾ പറയും അവന് നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റും, നമുക്കറിയില്ല, കൂടെ കൊണ്ടുപോകാൻ പറ്റും, ആർക്കറിയാം. പക്ഷേ ഇവര് ഈ വചനം കേട്ടപ്പോൾ അവിടെ ഹൃദയം ജ്വലിച്ചതുകൊണ്ട് ഇവനോടൊരു ആകർഷണം തോന്നി. യേശു എന്നൊന്നും അറിയില്ല. അപ്പം അവർ പറയാണ്, ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ പോകും കേട്ടോ, ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് രാത്രിയായി, വളരെ ബുദ്ധിമുട്ടായി. ഇനിയിപ്പം അടുത്തു ഇനി എമ്മാവൂസിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി യാത്രയുണ്ട്. അപ്പം അവരവിടെ ഈശോ മുമ്പോട്ട് പോകാനായിട്ട് ഭാവിച്ചു. യേശു മുമ്പോട്ട് നടക്കുകയാണ്, ഇവരവിടെ കയറിക്കോട്ടെ, ഞാൻ മുമ്പോട്ട് പോവുകയാണെന്നുള്ള ഭാവേന പോകുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ പറയുന്ന അവരോടൊപ്പം യാത്ര അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക.
ഇത് വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ ചാക്രി ലേഖനമുണ്ട്. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ചാക്രിയിലും ജോൺ ബോൾ രണ്ടാമൻ പരിശുദ്ധനായ മാർപ്പാപ്പ എഴുതിയതാണ്. അതാണ് ഇവിടെ, നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. അവർ നിർബന്ധിച്ചപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ, അവനോട് ഭക്ഷണത്തിന് അവർ പറയുകയാണ്, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അപ്പോൾ ഇത് അത്രയും പറഞ്ഞപ്പോൾ അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച്. അതാണ് കുർബാന ഇവിടെ നടന്നത്. അവന് ഇതിനു വേണ്ടിയാണ് ഈ 7 മൈലും നടന്ന്. ഓർത്ത് നോക്കണം, ഇതിനു വേണ്ടിയാണ് 7 മൈലും അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് കുർബാന അർപ്പണം. യേശു ഉള്ളിൽ പറഞ്ഞു കാണും. കാരണം പെസഹ രാത്രിയിൽ കുർബാനയായി മാറിയവൻ. അതാണ് അവന്റെ രൂപം ഇപ്പോൾ ഇല്ല. അവനെ ഇപ്പോൾ കാണേണ്ടത് ഈ അപ്പത്തിന്റെ രൂപത്തിലാണ്. അവന് വേറൊരു രൂപമില്ല. അവനിപ്പോൾ കുദാശയായി മാറുകയാണ് പെസഹ രാത്രിയിൽ. ഇത് മാത്രമല്ല, ദുഃഖവെള്ളിയാഴ്ച അവനെ കുരിശിൽ അവൻ മരിച്ചവനാണ്. ഇപ്പോൾ അവൻ ജീവിക്കുന്നത് കുദാശയായിട്ടാണ്, വിശുദ്ധ കുർബാനയായിട്ടാണ്. അപ്പമെടുത്ത് അവൻ കുർബാന അർപ്പണം നടത്തിയ അപ്പം മുറിക്കല്, അവർ ആ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു. അവരുടെ കയ്യിലേക്ക് നമ്മൾ കുർബാന സ്വീകരിച്ചപ്പോൾ, അവർ കയ്യിലേക്ക് കൊടുത്തപ്പോൾ, അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. യേശുവിന്റെ യേഥാർത്ഥ രൂപം ഒരു നിമിഷം, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരത്തേക്ക് അവർ കണ്ടു. അപ്പം മുറിച്ചവർ സ്വീകരിച്ചപ്പോൾ അത് യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. അവൻ യേശുവിന്റെ തനി രൂപം അപ്പോൾ കണ്ടു. പക്ഷെ പെട്ടെന്ന് മറഞ്ഞുപോയി. കാരണം എന്താ? ഇപ്പോൾ യേശുവിന്റെ പഴയ രൂപമല്ല, ഇപ്പോൾ അപ്പത്തിന്റെ രൂപമാണ്. അവരാ അപ്പം ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ കുർബാന സ്വീകരണമായി. അവരുടെ ഉള്ളിലേക്ക് അവൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരവനെ അവരുടെ മുമ്പിൽ അപ്രത്യക്ഷനായി. കാരണം അവന്റെ രൂപം ഇനി അപ്പത്തിന്റെ രൂപത്തിലാണ്. അവർ കുർബാന ഭക്ഷിച്ചു. അവർ പരസ്പരം പറഞ്ഞു. വഴിയിൽ വെച്ച് അവൻ വിശദീകരിച്ചു. നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഓർത്തു നോക്കിയേ, നമുക്ക് എത്ര വചനം കേൾക്കാൻ, നല്ല പാട്ടുപാടി, നല്ല ആനന്ദമാണ്. നമ്മൾ പറയും നല്ല ധ്യാനമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, അതൊക്കെ കേൾക്കാം. പക്ഷെ വിശുദ്ധ കുർബാനയിലാണ് യേശു വെളിപ്പെട്ട് കിട്ടുന്നത്. വിശുദ്ധ കുർബാനയിലാണ് യേശു ഇന്ന് ജീവിക്കുന്നത് നമുക്ക് വേണ്ടി. അപ്പം മുറിച്ചപ്പോഴാണ് അവർ യേശുവിനെ രൂപത്തിൽ കണ്ടത്. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവരുടെ ഉള്ളിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവരുടെ മനസ്സും തുറന്നു. ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഞാൻ പറയുന്നതാണ്, നമുക്ക് എത്രമേലും നേരം വേണം, മണിക്കൂറുകളോ വചനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കാം. നല്ല കാര്യമാണ്, കേൾക്കണം. പക്ഷേ നമ്മൾ 7 മണിക്കൂർ വചനം കേട്ട് കഴിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് അപ്പം മുറിച്ചപ്പോഴാണ് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞത്. ഓർത്ത് നോക്കിയോ, വിശുദ്ധ കുർബാനയിലാണ് യേശുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇത് അറിയണം. അപ്പോൾ പറയാണ്, അവൻ വഴിയിൽ കൂടെ സംസാരിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അപ്പോൾ തന്നെ അവർക്ക് രാത്രിയിലെ പേടിയാന്ന് പറഞ്ഞവർ നോക്കണം. ആ രാത്രി തന്നെ അവര് ഇപ്പോൾ ഉള്ളിൽ യേശുവാണ് അവരുടെ ഉള്ളില്. ആ രാത്രി തന്നെ അവർ എഴുന്നേറ്റ് തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്താ? അവിടെയാണ് പെന്തക്കോസ്ത് നടക്കേണ്ടത്. അവിടെയാണ് തിരുസഭയുടെ ഭാഗമായി അവർ തീരേണ്ടത്. അവര് തിരിച്ച് ജെറുസലേമിലേക്ക് രാത്രി തന്നെ പോയി. അവിടെ ജെറുസലേമിലെത്തി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെടുക എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.